അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മൗമിങ്ങളെ. ഇതാണ് പാലക്കാട് ഒറ്റപ്പാലം അമ്പലപ്പാറ തിരുണ്ടി സ്വദേശി മുഹമ്മദ് ഇർഷാദ്. 23 വയസ്സ് മാത്രമേ ഉള്ളൂ. മരണപ്പെട്ടു. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കഴിഞ്ഞ ദിവസമായിരുന്നു മരണപ്പെട്ടത്. അന്ന് ഒരുപാട് മരണവാർത്തകൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു വാർത്ത നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ സാധിച്ചില്ല. മരണപ്പെട്ട ഇർഷാദിൻ്റെ കുടുംബത്തിലേക്ക് കയറി ചെന്നാൽ ഒരുപാട് വേദനിക്കുന്ന കഥകളുണ്ട്. 23 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എങ്കിലും ഉപ്പ മരണപ്പെട്ടതോടെ ആ കുടുംബത്തിൻ്റെ എല്ലാ ഭാരവും ആ ഒരു ചെറുപ്പക്കാരൻ്റെ ചുമലിലായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഒരാൾ മരണപ്പെട്ടാൽ ഇന്നാൾ മരണപ്പെട്ടു എന്ന് മാത്രമേ നമുക്കൊക്കെ അറിയൂ. പക്ഷേ ആ ഒരു കുടുംബത്തിലേക്ക് കയറി ചെന്നാലാണ് അവരുടെ നീറുന്ന പ്രശ്നങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇർഷാദിൻ്റെ ഈ ഒരു കഥ കേട്ടപ്പോൾ ഒരുപാട് സങ്കടമായിപ്പോയി. ഉപ്പ മരണപ്പെട്ടതോടുകൂടി ഈ ഒരു ചെറിയ പ്രായത്തിൽ ആ ഒരു കുടുംബത്തിലെ കുടുംബനാഥനായി പോവുകയാണ്. നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു. തിരുണ്ടി യൂണിറ്റ് SSF സെക്രട്ടറിയായും RSC പ്രവർത്തകനായും പ്രവർത്തിച്ചിരുന്നു ഇർഷാദ്. ഉപ്പ മരണപ്പെട്ടതോടുകൂടി പല സ്വപ്നങ്ങളുമായി അങ്ങ് പ്രവാസ ലോകത്ത് അബുദാബിയിലേക്ക് പോകുന്നത്. ഒരുപാട് സ്വപ്നങ്ങളായിരുന്നു. വീട് പുതുക്കി പണിയണം, കുടുംബത്തെ നല്ല രീതിയിൽ നോക്കണം, നിശ്ചയിച്ചുറപ്പിച്ച തൻ്റെ പെങ്ങളുടെ കല്യാണം നടത്തണം. അങ്ങനെ 100 കൂട്ടം പ്രശ്നങ്ങൾ തീർക്കാനുള്ള ഒരേ ഒരു മാർഗവുമായിട്ടാണ് അങ്ങ് അബുദാബിയിലേക്ക് പോയത്. ആ കുടുംബത്തിൻ്റെ ഏക പ്രതീക്ഷ, ആ ഒരു ചെറുപ്പക്കാരൻ്റെ മനസ്സിൽ ഇതൊക്കെയായിരുന്നു. ഇർഷാദ് മരണപ്പെടുന്നത് അങ്ങ് അബുദാബിയിൽ വെച്ച് ഒരു വാഹനാപകടത്തിലാണ്. കഴിഞ്ഞ ദിവസമാണ് അബുദാബിയിലെ അലൈൻ റോഡിൽ അതിദാരുണമായ അപകടമുണ്ടായത്. വാഹനാപകടത്തിൽ ഇർഷാദിന് അതിഗുരുതരമായി പരിക്കേറ്റ്. അങ്ങനെ അവിടെയുള്ള ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെ ഇർഷാദ് മരണപ്പെടുകയും ചെയ്തു. ഏറെ പ്രതീക്ഷകളോടെയായിരുന്നു ആ ഒരു കുടുംബവും സുഹൃത്തുക്കളും ഇർഷാദിൻ്റെ തിരിച്ചുവരവിന് കാത്തിരുന്നത്. പക്ഷേ ഇന്ന് ഇർഷാദിൻ്റെ മയ്യത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് ആ കുടുംബവും സുഹൃത്തുക്കളും ആ നാടും. ഒരു കുടുംബത്തിൽ പെട്ടെന്ന് നാഥനില്ലാതായി പോവുകയാണ്. പടച്ചറബ്ബ് എല്ലാവരെയും തൊട്ട് കാക്കുമാറാകട്ടെ. ആ ഒരു മോൻ്റെ പ്രതീക്ഷയിലായിരുന്നു ആ കുടുംബം ജീവിക്കുന്നത്. ഒരുപാട് ബാധ്യതകളായിരുന്നു ആ ഒരു ചെറുപ്പക്കാരന് തീർക്കാനുള്ളത്. പടച്ചറബ്ബൊക്കെ ശരിയാക്കിത്തരും. മരണപ്പെട്ട ഇർഷാദ് പരേതനായ കാളിയത്ത് അബ്ദുൽ കരീമിൻ്റെ മകനാണ്. ഇർഷാദിൻ്റെ മാതാവ് റുഖിയ. അവരിന്ന് ഏറെ സങ്കടത്തിലാണ്. അവരുടെ മനസ്സിങ്ങനെ പിടയുകയാണ്. ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യമാണ് അവരുടെ മുന്നിലുള്ളത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും ആ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യണം. നിങ്ങളൊക്കെ ദുആ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത്. ഇത് മരണവാർത്ത മാത്രമല്ല, ഒരു കുടുംബത്തിൻ്റെ വേദനയിലാണ് ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് പങ്കുചേർന്നത്. ആ കുടുംബത്തിലെ ഏക ഒരു അത്താണിയാണ് ഇന്ന് ഇല്ലാതായത്. ആ കുടുംബത്തിൻ്റെ അന്നം മുട്ടിപ്പോവുകയാണ് പ്രിയപ്പെട്ടവരെ. യാ അല്ലാഹ്, പടച്ച റബ്ബേ, ഇതുപോലുള്ള മരണത്തെ തൊട്ട് എല്ലാവരെയും നീ കാക്കണേ റബ്ബേ. ആ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. പടച്ച റബ്ബേ, അവരുടെ നാളെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയും ഒരു നാടിൻ്റെ പ്രിയപ്പെട്ട യുവാവുമാണ് ആ ഒരു ഇർഷാദ് എന്ന 23 വയസ്സുകാരൻ. പടച്ച റബ്ബ് മഹഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരുപാട് മരണങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അബദ്ധത്തിലും അപകടത്തിലും ഓരോ ദിവസവും നിരവധി ആളുകളാണ് മരണപ്പെട്ടു പോകുന്നത്. അങ്ങനെയുള്ള വാർത്ത നമുക്ക് ലഭിക്കാറുണ്ട്. അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദുആ ചെയ്യാറുമുണ്ട്. നിങ്ങളുടെ മുന്നിൽ എത്തിക്കണം എന്ന് തോന്നുന്ന മരണവാർത്തകളാണ് നമ്മൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാറ്. ഒരുപാട് ചെറിയ മക്കൾ മരണപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ലഭിച്ച ഈ ഒരു വാർത്ത ഈ ഒരു മോൻ്റെതാണ്. ഈ മോന് മരണപ്പെട്ടതാണ്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഈ പൊന്നുമോന് മരണപ്പെട്ടത് കളമശ്ശേരിയിലുണ്ടായ ഒരു വാഹനാപകടത്തിലാണ്. പാനായിക്കുളം മടത്തേരിൽ പറമ്പിൽ അൽ അമീൻ ആയിഷ ദമ്പതികളുടെ മകൻ എയ്ദിൻ ആദമാണ് മരണപ്പെട്ടത്. ഇതുപോലെ അബദ്ധത്തിലും അപകടത്തിലും പെട്ട് ഒരുപാട് മക്കൾ മരണപ്പെട്ടിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദുആ ചെയ്തിട്ടുമുണ്ട്. പടച്ച റബ്ബേ, ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമ കൊടുക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, ആ പൊന്നുമോൻ്റെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. ആ മാതാപിതാക്കളുടെ മനസ്സ് മാറാതെ നീ നോക്കണേ റബ്ബേ. ഒരുപാട് മക്കൾ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബേ. ആ മക്കളുടെയൊക്കെ മാതാപിതാക്കൾക്ക് നീ ക്ഷമ കൊടുക്കണേ അല്ലാഹ്. ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണേ അല്ലാഹ്. അതുപോലെ തന്നെ ഈ 2 മക്കളും മരണപ്പെട്ടതാണ്. മലപ്പുറത്ത് വെള്ളക്കെട്ടിൽ വീണാണ് ഈ 2 മക്കൾ മരണപ്പെട്ടത്. മരിച്ചത് സഹോദരങ്ങളുടെ മക്കൾ. കുടുംബത്തിന് പടച്ച റബ്ബ് ക്ഷമയും സമാധാനവും നൽകുമാറാകട്ടെ. പടച്ച റബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, മരണപ്പെട്ടുപോയവരുടെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. മരണപ്പെട്ടുപോയവരുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ.
ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും മയ്യത്തിനെ നീ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, മുഹമ്മദ് ഇർഷാദ് എന്ന ആ ഒരു ചെറുപ്പക്കാരൻ നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബേ. അവർക്ക് നീ മഹഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. നരകം ഹറാമാക്കി കൊടുക്കണേ റബ്ബേ. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നീ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ 2 മക്കൾ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബേ. ചെറിയ മക്കളാണ് റബ്ബേ. ആ മക്കൾക്ക് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. ആ മക്കളുടെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. അവരുടെ നാളെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ. സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. ആ മാതാപിതാക്കളുടെ മനസ്സ് മാറാതെ നീ നോക്കണേ റബ്ബേ. പടച്ച റബ്ബേ, മരണപ്പെട്ടവരുടെ കുടുംബത്തിനെ നീ തന്നെ സംരക്ഷിക്കണേ റബ്ബേ. കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് നീ കാക്കണേ റബ്ബേ. മാരകമായ രോഗത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിഹയും ഓതി ഹദിയ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.